നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ. അൺബോക്സിംഗ് ഡ്യൂഡ് മലയാളിയാണ്. അതെ അതെ, അപരാധിയാണ്. അല്ല, നല്ലൊരു മനുഷ്യനാണ്. ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. അൺബോക്സിംഗ് ഡ്യൂഡിന്റെ കല്യാണം കുറച്ചു മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കല്യാണത്തിന് ബന്ധുമിത്രാദികളെക്കാൾ കൂടുതൽ ക്യാമറ കൊണ്ട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അതായത് ഉൾപ്പെടെ സ്റ്റേജ് ഉൾപ്പെടെ കയറിപ്പോയ ആ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഹണിമൂണിലാണല്ലേ, കാരണം ഹണിമൂണിലാണ്. അപ്പൊ ഇത് രണ്ടുപേരുടെ ഫ്രഞ്ച് കിസടി. കാര്യം പറയടാ, നീ ഹണിമൂണിലാണെങ്കിൽ കൊറേ കമന്റ്സ് ഇങ്ങനെ വരുന്നോണ്ട് മാത്രാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് പൊട്ടിമുളച്ചാണ്. ഇവനെ അപരാധം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവനത് കേൾക്കത്തില്ല, പെട്ടെന്ന് പൊട്ടിമുളച്ചു. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നാളെ മുതൽ നമ്മളുടെ കണ്ടിന്യൂ റെഗുലർ ബ്ലോഗും കാര്യങ്ങളും. നാളെ മുതൽ അവന്റെ അപരാധമൊക്കെ വീണ്ടും തുടങ്ങുന്നു. എന്റെ പൊന്നെ, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവൻ അറിയത്തില്ല, അവൻ ഇള്ള കുഞ്ഞാണ്. അപ്പുറത്തിരിക്കുന്ന അതിലേറെ കുഞ്ഞ്. അവന്റെ കണ്ണി കുണുവാണോ? ആ ക്യൂട്ട്നെസ് നോക്കിക്കേ. ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാഹ് അടിച്ചു മാറ്റി. അത് ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പം കല്യാണം അറിയപ്പെടുന്ന സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തികളുടെ കല്യാണത്തിന് അവര് വിളിക്കാതെ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് അവർക്ക് കടന്നു ചെന്ന് ഇത്തരത്തിലുള്ള അവരുടെ നല്ലൊരു വിശേഷപ്പെട്ട ദിവസം നശിപ്പിക്കുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിന്റെയൊക്കെ വായ്പറിയായിരുന്നു. ഇറങ്ങിപ്പോടാ മൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങളെ വിളിച്ചിട്ടില്ല ഈ കല്യാണത്തിന്, നിങ്ങൾ മാന്യമായി ഈ കല്യാണത്തിന് വല്ല കഴിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ എന്ന് പറയാ. അതൊരു ചോദ്യ മക്കള് ബാക്കി പറ. വായി കുരു ഇല്ലായിരുന്നല്ലോ. ഇതിലെ കൂടുതലൊന്നും ഇവരുടെ വീഡിയോ കേൾക്കേണ്ട കാര്യമില്ല. നിർത്തിപ്പോടാ. സംഭവം കല്യാണത്തിന് ക്യാമറ ഒക്കെ വന്നപ്പോ എല്ലാരും ഒന്ന് നിന്ന് കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഇങ്ങനെ ഇവരെ ബാധിക്കുമെന്ന് ഇവര് പിന്നീടാണ് ഇവര് തന്നെ ചിന്തിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും വായി വെള്ളിട്ടോണ്ടിരിക്കുക. തുമ്പി ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുക. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.